നീ എന്തു പറഞ്ഞാലും അമ്മ കേൾക്കാം. പക്ഷേ അത് കല്യാണം കഴിഞ്ഞു മാത്രം. അമ്മ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ആനന്ദ്, എന്തുണ്ടെങ്കിലും കല്യാണത്തിന് ശേഷം. സത്യങ്ങളും തുറന്നു പറയുമെന്ന് വല്യുഞ്ഞി പറഞ്ഞു. എന്തായെന്നറിയില്ലല്ലോ. വല്യുഞ്ഞി തീർച്ചയായിട്ടും മാഡത്തിനോട് പറഞ്ഞു കാണും. മാഡം എന്തായിരിക്കും മറുപടി പറഞ്ഞത്? എന്തായിരിക്കും തീരുമാനിച്ചത്? ഇതെങ്ങനെയാ ഒന്ന് അറിയാ? വല്യുഞ്ഞി വിളിക്കുന്നുമില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട. ഇല്ല, വിളിച്ചേക്കാം. ആ കല്യാണി, വല്യുഞ്ഞേ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. എങ്ങനെ ഉറങ്ങാനാ? ഉറക്കം വരുമോ? മാഡത്തിനോട് ഇന്ന് എല്ലാം തുറന്നു പറയുന്ന വല്യുഞ്ഞി പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെയാ ഞാൻ ഉറങ്ങാ? എന്തായി? മാഡത്തിനോട് നമ്മുടെ കല്യാണക്കാര്യം പറഞ്ഞോ? ഹലോ, മാഡം എന്താ പറഞ്ഞേ? മാഡം എന്ത് പറഞ്ഞാലും അത് എന്നെ വിളിച്ച് പറയണ്ടേ? നീ അതറിയാൻ വേണ്ടി ഇങ്ങനെ ടെൻഷൻ ആവുമെന്ന് കരുതിയില്ല. വല്യുഞ്ഞെ, ഞാൻ എന്റെ ജീവനെടുത്ത് കൈ പിടിച്ചിരിക്കുക. അവിടെ എന്ത് നടക്കുമെന്ന് പേടിച്ചിരിക്കുക ഞാനിവിടെ. നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ സമാധാനായിട്ടിരിക്കുക. ഇതറിയാതെ ഞാൻ എങ്ങനെ സമാധാനപ്പെട്ടിരിക്കാനാ വല്യുഞ്ഞെ? പറ, മാഡത്തിനോടെല്ലാം തുറന്നു പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. പറഞ്ഞില്ലേ? എന്താ വല്യുഞ്ഞെ ഇത്? ഞാനെല്ലാം തുറന്നു പറയണമെന്ന് തീരുമാനിച്ചു തന്നെയാ ചെന്നത്. പക്ഷെ അത് പറയാൻ അമ്മ സമ്മതിച്ചില്ല. എന്താ? മാഡം പറയാൻ സമ്മതിച്ചില്ലെന്നോ? ഞാൻ പറയാൻ ശ്രമിച്ചപ്പോ അമ്മ കേൾക്കാൻ നിന്നില്ല. നാളെ കല്യാണം കഴിയുന്നതുവരെ അമ്മയ്ക്കൊന്നും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ പറയണമെങ്കിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് അമ്മയ്ക്ക് വ്യക്തമായ ധാരണയുണ്ടാവും കല്യാണി. എല്ലാം നല്ലതിനാ കല്യാണി, നീ ഭയപ്പെടാതെ, ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ വിഷമിക്കുന്നേ? എന്റെ മുന്നിൽ കരയരുത്. നീ വെറും കല്യാണിയല്ല, എന്റെ ഭാര്യ കല്യാണി ആനന്ദ് കൃഷ്ണൻ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. അപ്പോ അതേപ്പറ്റിയൊന്നും ആലോചിക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശരി, ഗുഡ് നൈറ്റ്.
എന്റെ കല്യാണ ദിവസം മണ്ഡപത്തിൽ വെച്ച് അഖില എന്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളിവിട്ടതുപോലെ എന്റെ അനുജതിക്ക് സംഭവിക്കരുത്. ഈ കല്യാണം ഗംഭീരമായി നടക്കണം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരായിരിക്കും? ഹലോ, ഞാൻ തന്നെ പ്രിയങ്കേ. ഓ, എന്ത് വേണം നിങ്ങൾക്ക്? ഇപ്പൊ എന്തിനാ എന്നെ വിളിച്ചേ? എന്താ പ്രിയങ്ക ഇത്? ഇപ്പോഴും എന്തിനാ ടെൻഷൻ? ഓ, ഗംഗയുടെ കല്യാണമാണല്ലേ? അത് നല്ലതുപോലെ നടക്കുമോ എന്ന ടെൻഷനിലായിരിക്കും അല്ലേ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. വൈ ആർ യു കോളിംഗ് മീ നൗ? ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ പ്രിയങ്ക. ഇപ്പൊ കല്യാണത്തിന്റെ പ്രശ്നത്തിൽ തല പുകഞ്ഞു നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഒന്നുമില്ല പ്രിയങ്കെ, ഒരു മനസാക്ഷിക്കുത്ത്. അതാ ഞാൻ പ്രിയങ്കയ്ക്ക് ഫോൺ ചെയ്തത്. നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടാവും. ചേ, ഞാൻ കയ്യിലുള്ള പണവും ആരോഗ്യവും ഒരുമിച്ച് നശിപ്പിക്കാറില്ല. എന്റെ മനസാക്ഷി സമ്മതിക്കാത്തത് കൊണ്ടാ ഞാൻ പ്രിയങ്കയ്ക്ക് ഇപ്പൊ ഫോൺ ചെയ്തത്. നിങ്ങളുടെ മനസാക്ഷി സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് ഫോൺ ചെയ്യുന്ന എന്തിനാ? Better you call your friends or related people. There you are. That is why I am calling you now, Priyanka. ഇപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ടവൾ നീയാണ് പ്രിയങ്കയെ. അതാ നിനക്ക് ഞാൻ ഫോൺ ചെയ്തത്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? കൊടുത്തതെല്ലാം നീ മറന്നേക്കും പ്രിയങ്കെ, പക്ഷേ ഞാനത് മറക്കില്ല. ഞാൻ നിങ്ങൾക്ക് ചില ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറ്റബോധം കൊണ്ടാ വിളിക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് ഉപകാരം ചെയ്യണം അതുമാത്രം പറയൂ. Is it true? How can I trust you? സത്യം, പ്രിയങ്കയ്ക്ക് എന്നെ വിശ്വസിക്കാം. എങ്കിലേ എന്റെ അനുജത്തി ഗംഗയുടെ കല്യാണം ഗംഭീരമായി നടക്കണം. ഞാനിതാ ഉറപ്പ് നൽകുന്നു. ഗംഗയുടെ കല്യാണം അതിഗംഭീരമായി തന്നെ നടന്നിരിക്കും. എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? 100% വിശ്വസിക്കാം. ഇവനെന്താ ഒരു മാനസാന്തരം? ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഗുഡ് മോർണിംഗ് ആനന്ദ്. ഗുഡ് മോർണിംഗ് സർ. ഗംഗയുടെ പാരന്റ്സിനെ കുറിച്ച് എന്തെങ്കിലും? സോറി ആനന്ദ്, അങ്ങനെ പറയത്തക്ക തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ പുതിയ കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. സർ, ഇനി മണിക്കൂറുകളേ ഉള്ളൂ കല്യാണത്തിന്. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ? ടെൻഷൻ അടിക്കാതെ ആനന്ദ്, നമുക്ക് നോക്കാം. സംശയം തോന്നിയ സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഞാൻ മഫ്തിയിൽ പോലീസിനെ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും തെളിവുകൾ കിട്ടാതിരിക്കില്ല. ആനന്ദ് ധൈര്യമായിട്ടിരിക്കും. ശരി സർ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ഗംഗയുടെ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനല്ലേ ആ നാടാക്കാരൻ? അയാളെ ഒരു യുവതി വന്ന് ഇറക്കിക്കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഇല്ലായിരുന്നു, ASC ആയിരുന്നു ചാർജ്. അയാള് പറയുന്ന വെച്ച് നോക്കിയിട്ട് പ്രിയങ്കയാവാനാ സാധ്യത. അതെ സർ, അങ്ങനെ ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അവള് തന്നെയായിരിക്കും. കേസ് ചാർജ് ചെയ്യാത്ത സ്ഥിതിക്ക് അവരെ വിടരുതെന്ന് പറയാൻ പറ്റൂലല്ലോ. അറിയാലോ നിയമം. അറസ്റ്റ് ചെയ്താൽ പിന്നെ 24 മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണമെന്നാ. അറിയാം സർ. ഞാൻ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാണെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി സർ. ആനന്ദ്, അച്ഛാ, മണ്ഡപത്തിലേക്ക് പോവാൻ നിന്റെ അമ്മ റെഡിയായി കഴിഞ്ഞു. ഞാൻ മണ്ഡപത്തിലേക്ക് വരുന്നില്ല അച്ഛാ. നീ റെഡിയായോന്ന് നിന്റെ അമ്മ ചോദിക്കുക. എനിക്ക് പറയാനുള്ളത് കേൾക്കാത്തിടത്തോളം ഞാൻ വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ല.
അമ്മ പറയുന്നത് പോലെ അണിഞ്ഞൊരുങ്ങി വരാൻ ഞാനൊരു കളിപ്പാവയൊന്നുമല്ല. എന്റെ വയസ്സ് 3 or 4 അല്ല. കോടതിയിലാണെങ്കിൽ പോലും വാദിക്കും പ്രതിക്കും പറയാനുള്ളത് കോടതി കേൾക്കും. ഇതെന്ത് ന്യായമാണ് അച്ഛാ? ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്ക്. നിന്റെ അമ്മയോട് ഞാൻ എന്ത് പറയണം? അച്ഛാ, അച്ഛനെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത്. ഇല്ല. കല്യാണി, വല്യുഞ്ഞെ എന്തായി? ആ ഗംഗ പ്രിയങ്കയുടെ അനിയത്തിയാണെന്നുള്ളതിന് വല്ല തെളിവും കിട്ടിയോ? ഇല്ല കല്യാണി, ഞാൻ ഇപ്പോഴും എസ്ഐയെ വിളിച്ചതേ ഉള്ളൂ. വല്യുഞ്ഞെ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. പേടിക്കേണ്ട കല്യാണി, ഇൻസ്പെക്ടർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യാ? അച്ഛൻ മണ്ഡപത്തിലേക്ക് പോവാൻ തയ്യാറെടുക്ക. നീ എവിടെയും പോണ്ട. ഞാനും മണ്ഡപത്തിലേക്ക് പോകുന്നില്ല. പേടിക്കാതിരിക്കുക. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. ശരി വല്യുഞ്ഞെ. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനെന്ത് പറയാനാ നന്ദന? എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അമ്മ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നമുക്കെന്താ ചെയ്യാൻ പറ്റുക? പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, പക്ഷെ അത് ആരും ഓർത്തില്ല. എന്ത് കാര്യം? ദയാഹർജി. എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് അഖിലാന്റിയോട് പറയണമായിരുന്നു ആനന്ദിന് ഗംഗയെ ഇഷ്ടമല്ലാന്ന്. ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് ഒരാളെ നിർബന്ധിക്കരുതെന്ന്. അപ്പൊ അമ്മയുടെ പിടിവാശി കൂടെയുള്ളൂ. അമ്മയുടെ അടുത്ത് അതൊന്നും നടക്കില്ല. ഗംഗയെ കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടായില്ലായിരുന്നു. ഇതിപ്പോ ആ പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ച മട്ട. കല്യാണിയുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് സങ്കടം. ആനന്ദ് കെട്ടിയ താലി അവിടെയുണ്ട്. അതും ഇട്ടുകൊണ്ട് മറ്റൊരുത്തന്റെ മുന്നിലേക്ക് കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ട ഗതികേട് വന്ന ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല അരവിന്ദ്. അതിലും അപ്പുറം ആനന്ദിന്റെ അവസ്ഥ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. കോടീശ്വരനായ ബിസിനസ്സുകാരൻ. എന്നിട്ടും ഇഷ്ടപ്പെട്ട പെണ്ണിനെ സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് വെച്ച ആനന്ദിനെ അതിരെ വിട്ട് സ്നേഹിക്കുന്നുണ്ട് അഖിലാന്റി. പക്ഷെ സ്വന്തം മകനോട് ഒരു അലിവില്ലാന്ന് വെച്ച സ്നേഹിച്ചു പോയതൊരു കുറ്റമാണ് അരവിന്ദ്. നീ ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യങ്ങള് ഞാൻ സ്വയം ചോദിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വെച്ച കഷ്ടമുണ്ട് കേട്ടോ അരവിന്ദ്. അവരെല്ലാരും ഇപ്പൊ അവിടെ ഒരുങ്ങി കഴിഞ്ഞു. നമ്മളിങ്ങനെ നിന്നാലോ? നമുക്ക് അവിടെ ചെല്ലാം. കല്യാണത്തിന് പോവാനോ? ഒരുങ്ങിക്കെട്ടി മണ്ഡപത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ? വരുന്നവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കാൻ കഴിയും അരവിന്ദ്. അല്ല, ആരുടെ കല്യാണം കൂടാനാ നമ്മളീ പോകുന്നത്? ആ കല്യാണ മണ്ഡപത്തിൽ എന്താ നടക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം? എന്തായാലും നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് കാണാം. ഏതായാലും ബ്രോ അത്ര മണ്ടനൊന്നും അല്ലല്ലോ. നീ വാ വാ.
മണ്ഡപത്തേക്ക് വരില്ലെന്നാ പറയുന്നത്. അമ്മ വന്ന് ബ്രോ എവിടെന്ന് ചോദിച്ചാ നമ്മൾ എന്താ പറയാച്ച? അതോർത്താണ് മോനെ ഞാനും ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് എനിക്കൊന്നും അറിയില്ല. ഗൂഢാലോചന കൂട്ടുനിന്ന് പുകയുകയാണല്ലോ. ആഹാ, ഞാൻ കരുതി കല്യാണത്തിന് പോകാൻ ഞാൻ ആദ്യം റെഡിയായതെന്ന്. നിങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞല്ലോ. പക്ഷേ ആരുടെ മുഖത്തും ഒരു സന്തോഷം കാണുന്നില്ല. അതെ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും നിങ്ങൾ എല്ലാം മറന്ന് കല്യാണത്തിന് സന്തോഷത്തോടെ മാത്രമേ വരാവൂ. ഈ കല്യാണം മുടക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടതാ നിങ്ങൾ 3 പേരും കൂടി. അതൊന്നും നടന്നില്ല. എല്ലാം വിധി പോലെ മാത്രമേ വരൂ. അതുകൊണ്ട് അതൊന്നും സാരമാക്കാതെ ഗംഗയും ആനന്ദും കല്യാണം കഴിച്ച് ജീവിക്കട്ടെ എന്ന് കരുതി കല്യാണ മണ്ഡപത്തിലേക്ക് വന്ന് അവരെ ആശീർവദിച്ചാലും. ആ, ചേച്ചി റെഡിയായി വന്നു കഴിഞ്ഞു. ആ, എന്നാ ഇനി പോവാം. ആനന്ദ് എവിടെ? ചേച്ചി, ഗംഗ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക. ഉടനെ തന്നെ വരും. പാർലറിൽ പോകാനുള്ള നേരം ഇതാണോ? ഇല്ല ചേച്ചി, ഗംഗ അവിടെ നിന്ന് വേഗം മണ്ഡപത്തിലേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞു. എന്റെ ചോദ്യം അതല്ലായിരുന്നല്ലോ. ആനന്ദ് എവിടെ? അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളങ്ങ് പൊയ്ക്കോ, ഞാൻ അവനെ കൊണ്ട് വരുന്നോളാം. ഇതുവരെ റെഡിയായില്ലേ അവൻ? നിങ്ങളെല്ലാവരും കൂടി അവനെ റെഡിയാക്കേണ്ടതല്ലായിരുന്നോ? ആനന്ദ് റെഡി ആയി വരാൻ അല്പം താമസിക്കും. ഗംഗ ബ്യൂട്ടി പാർലറിൽ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് ആനന്ദ് അവിടെ എത്തിക്കോളും. അതമ്മേ, നിങ്ങളെല്ലാരും കൂടി അങ്ങോട്ട് പോയിക്കോളൂ. ഞാൻ ബ്രോയും കുട്ടി അങ്ങോട്ട് വന്നേക്കാം. നീ ഇവിടെ നിക്കണ്ട. ആനന്ദിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരേണ്ടത് കൃഷ്ണേട്ടന്റെ ചുമതലയാ. എത്രയും വേഗം ആനന്ദിനെ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഇനി അതല്ല, എനിക്കെതിരായി എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ശ്രമമെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയങ്കരമായിരിക്കും. എന്ത് പുതിയ പദ്ധതി? അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ആനന്ദിനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ എല്ലാവരും മണ്ഡപത്തിലേക്ക് വെക്കും. ശരി. ആ, കൃഷ്ണേട്ടൻ ആനന്ദിനെ കൂട്ടിക്കൊണ്ടുവരും. നമുക്ക് പോവാം. ശരി, നീ വാ. നിങ്ങളും കൂടെ പൊയ്ക്കോ, ഞാൻ അവനെ കൊണ്ടുവരാം. ആനന്ദ് മണ്ഡപത്തിലേക്ക് വന്നില്ലെങ്കിൽ ഭവിഷ്യത്തുകൾ ഭയങ്കരമായിരിക്കുന്നു. അതിലെന്റെ പറഞ്ഞിട്ട് പോയത്. എന്താ നടക്കാൻ പോകുന്നോർത്ത് എനിക്ക് ഭയം തോന്നുന്നു. അന്ധസ്വാഭിജാത്യം നോക്കുന്ന അമ്മ, സ്നേഹവും കാരുണ്യം നോക്കുന്ന ബ്രോ. അമ്മയുടെ പിടിവാശി അതേപടി ബ്രോയ്ക്കുണ്ട്. വിചാരിക്കുന്നത് നടപ്പാക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ അമ്മയും മോനും ഒരുപോലെ തന്നെ. ആര് വിചാരിക്കുന്നത് നടപ്പാകുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അത് മുകളിലിരിക്കുന്ന ദൈവം തീരുമാനിക്കട്ടെ. വാ ശിരേഷ്. ശരി.
അയ്യോ, എങ്ങനെയുണ്ട് ചേച്ചി? അറേഞ്ച്മെന്റ്സ് ഒക്കെ സൂപ്പർ അല്ലേ? ദേ, ഇതെല്ലാം എന്റെ ഏർപ്പാടുകളാ. ഈ ഗേറ്റ് മുതൽ കതിർ മണ്ഡപം വരെയുള്ള എല്ലാ കാര്യത്തിലും എന്റെ ഒരു പ്രത്യേക ശ്രദ്ധ തന്നെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും പോരായ്മ കണ്ട ചേച്ചി എന്നോടല്ലേ ചോദിക്കുക? ആണായിട്ടുള്ളവരൊക്കെ ഈ കല്യാണത്തിന് വിമുഖത കാണിക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങിയത്. എല്ലാം നല്ല ഗ്രാൻഡ് ആകണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നെ ഇഷ്ടമല്ലെങ്കിലും ഇത് നമ്മുടെ ആനന്ദിന്റെ കല്യാണമാണല്ലോ. എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ? ഇനിയിപ്പം ചേച്ചി വാ. ഈ വെളിയിൽ വെക്കുന്ന കല്യാണ ചെറുക്കന്റെയും പെണ്ണിന്റെയും പേരിലുള്ള ബോർഡ് വരെ ഞാൻ തന്നെ പോയിരുന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചതാ. 2 പ്രാവശ്യം കല്യാണം മുടങ്ങിപ്പോയതല്ലേ, അതുകൊണ്ട് ബോർഡ് വരെ സൂപ്പർ ആകട്ടെ എന്ന് വെച്ച്. നോക്ക് നോക്ക്. എന്താ ചേച്ചി, ഡിസൈൻ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കൊള്ളാന്നെങ്കിലും പറയേ. ഒന്ന് മോളെങ്കിലും ചെയ്യ് ചേച്ചി. അയ്യോ, എന്റെ ദൈവമേ, ഇതെന്തുവാ? അയ്യോ, ഇതാണോ നീ പോയിരുന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നത്? ഞാനല്ല. നിന്റെ തലയിലെഴുത്ത് പോലെയാണല്ലോ ഇതും. അയ്യോ, ചേച്ചി, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനെല്ലാം ശ്രദ്ധിച്ച് ചെയ്തതാ. സ്റ്റോപ്പ് ഇറ്റ്. കൂടുതൽ സംസാരിച്ച് എന്റെ പരിസരബോധം നഷ്ടപ്പെടുത്തരുത്. ഓഡിറ്റോറിയം ആയിപ്പോയി. വീടായിരുന്നെങ്കിൽ ഇന്നത്തോടെ നിന്റെ ഡിസൈൻ ചെയ്യൽ ഞാൻ നിർത്തിച്ചേനെ. എടുത്തു മാറ്റാൻ പറയുന്നു. പാലെടുത്തു വെച്ചപ്പോഴേ ദുശകുനം. ഇപ്പൊ മാറ്റിക്കാം. ഇങ്ങോട്ട് ആരാ ഈ ബോർഡ് എടുത്തു വെച്ചത്? എടുത്ത് മാറ്റടോ. ശരി മാഡം, മാറ്റാം. അയ്യോ, എന്റെ പൊന്നു ചേച്ചി, മനസ്സാ വാചാ ഞാൻ അറിയാത്ത കാര്യം ഇത്. എന്നോട് ക്ഷമിച്ചെന്ന് പറ ചേച്ചി. ഞാൻ വേറെ ബോർഡ് വെക്കാൻ പറയാം. മാറും. ഇത് ഇവന്റെ വേലയാകാനേ വഴിയുള്ളൂ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഇതിന് നീ അനുഭവിക്കും. അയ്യോ,
ഗംഗെ സൂപ്പർ. ബ്യൂട്ടി പാർലറിന്ന് എപ്പോ എത്തി നീ? അരമണിക്കൂറായി ആന്റി. ആന്റി എത്തിയതേ ഉള്ളൂ. അച്ഛനും അമ്മയൊക്കെ വന്നോ? ചതിച്ചു. പോലീസ് സ്റ്റേഷനിലാണല്ലോ അവര്. അഖിൽ ആന്റിയോട് എന്ത് പറയും? നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? നിന്റെ അച്ഛനും അമ്മയും അവിടെ? അത് ആന്റി, കല്യാണ സമയമായിട്ടും കല്യാണ പെണ്ണിന്റെ അച്ഛനും അമ്മയും വന്നിട്ടില്ല എന്ന് വെച്ചാ കല്യാണത്തിന് വന്നവരൊക്കെ എന്ത് വിചാരിക്കും? അത് അവരിപ്പോ വരും ആന്റി. ഓൺ ദ വേയില് കാറ് ബ്രേക്ക് ഡൌൺ ആയി. അതുകൊണ്ട് വഴിയിലായി പോയിന്നിപ്പോ കുറച്ചു മുമ്പേ ഫോൺ ചെയ്തതേ ഉള്ളൂ. ഇപ്പോ ടാക്സി വിളിച്ചിങ്ങോട്ട് വന്നോണ്ടിരിക്കാം. കൊള്ളാം. ഇവിടെ എത്രയോ കാറുണ്ട്. കാർ അയക്കാമായിരുന്നല്ലോ. സ്വന്തം മകളുടെ കല്യാണത്തിന് അന്യരെ പോലെ മുഹൂർത്ത സമയത്താണോ എത്താനുള്ളത്? ചേച്ചി, അവർക്ക് ബിസിനസ് കാര്യമായിട്ട് പുറത്തു പോകേണ്ടി വന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. മാത്രല്ല നമ്മള് പെട്ടെന്നാണല്ലോ കല്യാണം ഉറപ്പിച്ചത്. അവരിപ്പൊ ഇങ്ങ് എത്തും. എത്തും. ഹലോ, പറയൂ. ഓക്കെ ഓക്കെ. ഗംഗെ, ഈ കളർ നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇപ്പൊ ഒരു സിനിമാ താരത്തെ പോലുണ്ട്. ഇത് സെലക്ട് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ സൂപ്പർ ആയിരിക്കുമെന്ന്. അങ്ങനെ ഇനി ഇവിടെ ഒന്നും ശരിയാവില്ല. വാ. വാ അല്ലെങ്കിൽ വേണ്ട, ഇങ്ങോട്ട് വാ ആന്റി. നന്ദന, അച്ഛന്റെ അമ്മയുടെയും കാര്യം ചോദിച്ചപ്പോ ആ ഗംഗ പരിങ്ങിയത് നീ കണ്ടോ? സത്യം, വണ്ടി ബ്രേക്ക് ഡൌൺ ആയെന്ന് പറഞ്ഞത്. ശരി, അത് പച്ചക്കള്ളോ. ഇതിലെന്തോ പ്രശ്നമുണ്ട്. അതുറപ്പാ. അതെ, നമ്മളിങ്ങനെ മാറി നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് വന്നേരൊക്കെ വിഷയം. അവിടെ ഇരിക്കുന്ന ആരറിയോ? തുടങ്ങാം. ഇപ്പൊ വന്നേ ഉള്ളൂ. ശരി, സുഖല്ലേ? ആന്റി, അച്ഛനും അമ്മയും വന്നില്ലെന്ന് പറഞ്ഞു വേണമെങ്കിൽ ആന്റി കല്യാണം മാറ്റി വെച്ചെന്നവരെ വരും. ഏത് കഷ്ടകാലത്തിനാണോ എന്തോ ആ നശിച്ച രണ്ടെണ്ണത്തിന് അച്ഛനും അമ്മയും ആക്കാൻ തോന്നിയത്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയും ഇന്ന് ഈ കല്യാണം നടന്നേ പറ്റൂ. അവര് വരാനൊന്നും പോകുന്നില്ല. അഖിലെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് നിർത്തണം. ആന്റി, നീ അങ്ങോട്ട് നോക്ക്. അതാണ് മാഡം. വാ. ഗുഡ് മോർണിംഗ് മാഡം. ബാഡ് മോർണിംഗ്. ഇതുവരെ എവിടെയായിരുന്നു? എവിടെ ഗംഗയുടെ അമ്മ? അവരെ കണ്ടെത്താൻ പറ്റിയില്ല. ഇതെന്റെ ഒറിജിനൽ ഭാര്യ. ആ റോള് ഇവള് കൈകാര്യം ചെയ്തോളൂ. റോളോ? യോ, ഇത് സീരിയൽ നാടകമൊന്നുമല്ല, ആർട്ടിസ്റ്റിനെ മാറ്റി അഭിനയിപ്പിക്കാൻ. ഇത് അടുത്ത കോടാലിയായല്ലോ ഈശ്വര. നിങ്ങൾ എപ്പോഴാ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയത്? രാത്രി മുഴുവൻ കസ്റ്റഡിയിലായിരുന്നു. രാവിലെ ഒരു അഡീഷണൽ എസ് ഐ വന്നിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. വീട്ടിൽ പോയി ഡ്രസ് ചെയ്ത് വരാനാ താമസിച്ചത്. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് തന്നെ ഒരു വലിയ പ്രശ്നമാണല്ലോ. ഇനി വേറെ പ്രശ്നം എന്തിനാ? എന്റെ അമ്മ വന്നില്ലെന്ന് ചോദിച്ചാ അഖിലാന്റിയോട് എന്ത് മറുപടി പറയും? അതൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു നിർത്താം. തൽക്കാലം ഇത് നിങ്ങളുടെ സഹോദരിയാണെന്ന് പറഞ്ഞാ മതി. ശരി മാഡം.
പിന്നൊരു കാര്യം, നിങ്ങൾ വരുന്ന വഴിക്ക് കാറ് ബ്രേക്ക് ഡൌൺ ആയി, അതുകൊണ്ടാ വൈകിയതെന്നാ അഖിലയോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വേണം നിങ്ങളും പറയാൻ. ശരി മാഡം. ഗംഗെ, ഇവരെ വിളിച്ചോണ്ട് വാ. അഖിലയോട് നിന്റെ അച്ഛൻ വന്നു എന്ന് അറിയിക്കാം. വാ. ഇയാളാര് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്? ഇതെന്താ MGR? വാ വാ വാ. ജഗതോം